S. We already discussed extreme points. Okay, now we are going to learn some theorem. First one, if the constraint set S of a canonical maximization or minimization linear programming problem is bounded, then the maximum or minimum value of the objective function is attained at the extreme point of S. ഓക്കെ, അതിൻ്റെ പ്രൂഫിന് ഇമ്പോർട്ടൻസ് ഇല്ല, പ്രൂഫ് ടെക്സ്റ്റിൽ നോ നീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുകൊണ്ട് നോക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രേ പറയണുള്ളൂ. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അത് മാക്സിമൈസേഷൻ ആണെങ്കിലും മിനിമൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഭാഗം ബൗണ്ടഡ് ആണെങ്കിൽ, കൺസ്ട്രെയിൻ സെറ്റുകൾ ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കൺസ്ട്രെയിൻ സെറ്റുകളുടെ എല്ലാ പോയിൻറ്റ്സും എന്താണ്, ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൺസ്ട്രെയിൻ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലാണെങ്കിൽ ആ ഷെയ്ഡഡ് പോർഷൻ, ഓക്കെ, അത് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദെൻ ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് അറ്റൈൻഡ് അറ്റ് ദി എക്സ്ട്രീം പോയിൻറ്റ് ഓഫ് എസ്. എസിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സിലാണ് അതിൻ്റെ ഒപ്റ്റിമം വാല്യൂ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. If the constraint set S of a canonical maximization linear programming problem is unbounded and there exists M belongs to R such that the objective function f satisfies x1, x2, etc. xn less than or equal to capital M for all x1, x2, etc. xn belongs to S. That is, f is bounded above by capital M, then the maximum value of the objective function is attained at an extreme point of S. അതായത് നമുക്ക് ബൗണ്ടഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ സംഭവിക്കുക എക്സ്ട്രീം പോയിൻറ്റ്സിലാണെന്ന് പറയാൻ പറ്റും. പക്ഷേ അൺബൗണ്ടഡ് കേസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അൺബൗണ്ടഡ് കേസിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാണ് പറയുന്നത്. എഫ് സാറ്റിസ്ഫൈസ് x1, x2, etc. xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. എ പോയിൻറ്റിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ x1, x2, etc. xn ബിലോങ്സ് ടു എസ്. എസ്സിലെ ഏത് പോയിൻ്റ് എടുത്താലും, എസ്സിലെ ഏത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ സെറ്റിലെ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എഫ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ എം, then the maximum value of the objective function is attained at the extreme point of S. അങ്ങനെ ഒരു എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സിൽ തന്നെയായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ സംഭവിക്കുക. ഇത് തന്നെ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ എങ്ങനെ പറയാം, ഇഫ് ദ കൺസ്ട്രെയിന്റ് സെറ്റ് എസ് ഓഫ് എ കനോണിക്കൽ മിനിമൈസേഷൻ പ്രോബ്ലം ഈസ് അൺബൗണ്ടഡ് and there exists an M belongs to R such that the objective function G satisfies G of x1, x2, etc. xn greater than or equal to M. ഇവിടെ നേരത്തെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇവിടെ എഫ് ഓഫ് എന്നുണ്ട്, നേരത്തെ x1, x2, etc. xn അല്ല, എഫിൻ്റെ വാല്യൂ കേട്ടോ, എഫ് ഓഫ് x1, x2, etc. xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാണ്. ഓക്കെ, അതുപോലെ ഇവിടെയും പറയാം ജിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ ഫോർ ഓൾ x1, x2, etc. xn ബിലോങ്സ് ടു എസ്, ദാറ്റ് ഈസ് ജി ഈസ് ബൗണ്ടഡ് ബിലോ ബൈ എം, ദെൻ ദ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് അറ്റൈൻ അറ്റ് ദി എക്സ്ട്രീം പോയിന്റ് ഓഫ് എസ്. അപ്പോൾ അൺബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണം, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അതിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എം സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ സംഭവിക്കുക എവിടെയായിരിക്കും, അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സിലായിരിക്കും എന്നാണ് പറയും. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് പ്രോബ്ലംസ് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി റീഫോമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഓഫ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 30x + 50y സബ്ജക്റ്റ് ടു 2x plus y less than or equal to 8, x plus 2y less than or equal to 10 and xy greater than or equal to 0. അതിൻ്റെ ഫിഗർ നമുക്ക് ഓൾറെഡി ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കോർണേഴ്സ് ആണ് എന്ന് പഠിച്ചു. ഓക്കെ,
അപ്പോൾ ഈ രണ്ട് തിയറത്തിലും തിയറം 22 ആൻഡ് തിയറം 23 എന്താ പഠിച്ചത് വെച്ചാൽ, തിയറം 22 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ച തിയറത്തിലെ ഫസ്റ്റ് വൺ കേട്ടോ. അതിലെന്താണ് പഠിച്ചത്? ഇത് ബൗണ്ടഡ് ആണെങ്കിൽ, കൺസ്ട്രെയിൻ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, ഇവിടെ കൺസ്ട്രെയിൻ സെറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ കൺസ്ട്രെയിൻ സെറ്റ് ബൗണ്ടഡ് ആണ്. ഓക്കെ, ബൗണ്ടഡ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സിലായിരിക്കും അതിന് മാക്സിമം വാല്യൂ സംഭവിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കതിൻ്റെ കോർണേഴ്സിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കോർണർ പോയിൻറ്റ്സ് 4 എടുത്തു. ഓക്കെ, ആ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0, 0, 4, 0, 0, 5, 2, 4. ഈ 4 പോയിൻറ്റ്സിലും നമ്മൾ P(x, y) കണ്ടുപിടിക്കുകയാണ്. P(x, y) എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് 30x + 50y. അതിൽ എക്സിനും വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് വണ്ണിൽ P(x, y) 0 കിട്ടും. ആൻഡ് 40 എന്നുള്ള പോയിന്റിൽ P(x, y) എന്നുള്ളത് 120 കിട്ടും. 05 എന്നുള്ള പോയിന്റിൽ P(x, y) 250 കിട്ടും. 24 എന്നുള്ള പോയിന്റിൽ 260 കിട്ടും. ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടിയത്? 24 എന്നുള്ള ഒരു പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 260 ആയിരിക്കും. അത് ഏത് പോയിന്റിലാണ് സംഭവിച്ചത്? 24 എന്നുള്ള പോയിന്റിലാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ മാക്സിമം ഈസ് അറ്റൈൻഡ് അറ്റ് 24. ദറ്റ് ഈസ് ദ കമ്പനി ഷുഡ് മാനുഫാക്ചർ 2 ഹീറ്റേഴ്സ് ആൻഡ് 4 എയർ കണ്ടീഷണേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് എന്ന് പറയുന്നത് ഹീറ്റേഴ്സിൻ്റെ എണ്ണമാണ്, വൈ എന്ന് പറയുന്നത് എയർ കണ്ടീഷണേഴ്സിൻ്റെ എണ്ണാണെന്നുള്ള ആ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 2 ഹീറ്റേഴ്സ് ആൻഡ് എയർ കണ്ടീഷണേഴ്സ് പെർ ഡേ സോ ആസ് ടു ഒപ്റ്റിമം ദ മാക്സിമം പ്രോഫിറ്റ് ഓഫ് $260 പെർ ഡേ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം നമ്മൾ കോസ്റ്റ് മിനിമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റീഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മിനിമൈസ് C(x, y) = 300x + 500y subject to 20x + 40y > to 1000, 25x + 20y > to 800, xy > to 0. നമുക്ക് ഇങ്ങനെ ഒരു ഫിഗറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇതെന്താണ്? അൺബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് അല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് പറയാൻ പറ്റില്ല? എക്സ്ട്രീം പോയിൻറ്റ്സിലാണ് മിനിമം സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് ഈ കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ > സം m ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം പോയിൻറ്റ്സിലാണ്. അതാണ് ലാസ്റ്റ് തിയറത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൺസ്ട്രെയിൻ സെറ്റ് അൺബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? ഈ കോസ്റ്റ് ഈസ് ബൗണ്ടഡ് ബിലോ എന്ന് കാണിക്കണം. ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 300x + 500y ആണ്. അത് > m എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു m സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സ്ട്രീം പോയിൻറ്റ്സിലായിരിക്കും അതിൻ്റെ മിനിമം വാല്യൂ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 300x + 500y > m എന്ന് പറഞ്ഞാൽ m ക്യാൻ ചൂസ് എനി വാല്യൂ. നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ x > 0, y > 0 ആണ് ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. അതുകൊണ്ട് എക്സിനും വൈനും നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 300x + 500y എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഓൾവേസ് > 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, m എന്നുള്ളത് ഒരു 0 എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി m 0 തന്നെ ആവണമെന്നില്ല, നമുക്ക് ഏത് നെഗറ്റീവ് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. എന്തായാലും 0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂവിനേക്കാളും വലുതായിരിക്കും എപ്പോഴും 300x + 500y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു m ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. C(x, y) is positive for any xy in the shaded region. So by theorem 23, that is last theorem, we have C(x, y) has a minimum value at the extreme points. എക്സ്ട്രീം പോയിൻറ്റ്സ് എവിടെയാണ്? LPPയിൽ നമ്മൾ പറഞ്ഞു R2ലെ കോർണേഴ്സിലാണ് അത് സംഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോർണേഴ്സ് നമ്മൾ പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 0, 40, 20, 15, 50, 0. ഈ 3 പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലെ കോസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ അതിൽ മിനിമം ആയിട്ട് വന്നത് 13,500 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിനിമം ഈസ് അറ്റൈൻഡ് അറ്റ് ദി പോയിൻറ്റ് 20, 15 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാം? ദറ്റ് ഈസ് ദ കമ്പനി ഷുഡ് ഓപ്പറേറ്റ് റിഫൈനറി A for 20 days. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് റിഫൈനറി B for 15 days so as to obtain the minimum cost of $13,500 എന്ന് നമുക്ക്